മിക്ക ദിവസങ്ങളിൽ നമുക്ക് ഓരോ പ്ലാനുകൾ കാണും. തലേന്ന് ഏത് തരം കറികളൊക്കെ റെഡിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്, ഡിന്നറിന് എന്ത്, ലഞ്ചിന് എന്ത് എന്നൊക്കെയുള്ളൊരു പ്ലാൻ കാണും. പക്ഷേ ചില ദിവസങ്ങളിൽ ഒരു പ്ലാനും ഇല്ലാത്ത ചില ദിവസങ്ങളും കാണും. അങ്ങനത്തെ ഒരു ദിവസമാണേ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊഴുക്കട്ടകളൊക്കെ നമ്മൾ പല വിധത്തിലാണെങ്കിൽ നമ്മൾ റെഡിയാക്കി എടുക്കുമല്ലോ. മസാലയൊക്കെ ചേർത്തിട്ടുള്ള കൊഴുക്കട്ട നമ്മൾ റെഡിയാക്കും. അതുപോലെ തേങ്ങയും ശർക്കരയും ഇട്ട്, അതുപോലെ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കുന്നതുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും. ഒരു നാട്ടിൽ തന്നെ പല രീതിയിൽ റെഡിയാക്കുന്നവരും കാണും. എളുപ്പ വഴിയിൽ ഈ ശർക്കരയും തേങ്ങയും ഒന്നും ചേർക്കാതെ തന്നെ മാവ് മാത്രം കുഴച്ച് ഇങ്ങനെ ചെറിയ 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 ബോളുകളായിട്ടല്ലേ അങ്ങനെ ഉരുട്ടിയെടുത്ത് അങ്ങനെ പുഴുങ്ങിയെടുത്ത് അങ്ങനെ ചെയ്യുന്നവരും കാണും. ചായയുടെ ഒക്കെ ആണെങ്കിൽ നല്ലൊരു സ്നാക്സ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഹെൽത്തിയാണ്. നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ ആണെങ്കിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ല ആരോഗ്യപരമായിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനാണെങ്കിൽ ഒരു കൊഴുക്കട്ട റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുമാണെങ്കിൽ തേങ്ങയൊക്കെ ആണെങ്കിൽ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള കൊഴുക്കട്ടയാണ്. അതിനുവേണ്ടി ഞാനാണെങ്കിൽ ഇവിടെ ഇതിപ്പോൾ ആണെങ്കിൽ സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിൽ വെള്ളമാണെങ്കിൽ തിളപ്പിച്ചിട്ട് അതുപോലെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഒരു എണ്ണയൊക്കെ തൂവി എന്നിട്ട് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കിയാണെങ്കിൽ അതൊന്ന് കുഴച്ചെടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇളക്കിയെടുക്കുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റ് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പച്ചവെള്ളത്തിലാണ് അരിപ്പൊടി കുഴച്ചെടുക്കുന്നത്. അത് നമുക്കാണെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന മാവായതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ അങ്ങനെ കുഴച്ചെടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പയ്യെ പയ്യെ ആണെങ്കിൽ അത് ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ കൂടുതൽ വെള്ളമായി പോകും. എന്നിട്ടത് പയ്യെ ആണെങ്കിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടുവെള്ളം ഒന്നും വേണ്ട, പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നമുക്ക് പാക്കറ്റിലാണെങ്കിലൊക്കെ പൊടികളൊക്കെ കിട്ടുമല്ലോ. അപ്പത്തിനായാലും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും പാലപ്പത്തിനും അതിൻ്റേതായ പൊടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ആണെങ്കിൽ എല്ലാം എളുപ്പവഴിയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഇതും എളുപ്പവഴിയാകട്ടെ എന്നോർത്ത് നമുക്കിപ്പോൾ 4 മണിക്കൊക്കെ ആണെങ്കിൽ ചായയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിക്കണം നമുക്ക് തോന്നുവാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടി ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയുകയും ചെയ്യും. മറ്റേ സാധാരണ അല്ലാതെ നമ്മൾ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് പൊടിക്കനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് മയം കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കതാണെങ്കിൽ ഒന്നൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചെറിയ ചൂടോടുകൂടി തന്നെയാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം. അത് ആ ഒരു മാവ് നമുക്ക് ഇടിയപ്പത്തിനായാലും അതുപോലെ തന്നെ ഇതുപോലെ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കാനായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനാണെങ്കിൽ പറഞ്ഞുതരാമല്ലോ, തേങ്ങയാണെങ്കിൽ ശർക്കരയിൽ നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മളൊന്ന് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാനാണെങ്കിൽ ആദ്യം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര പാനിയാക്കി വെച്ചിട്ട് അതൊന്ന് അഴുക്കൊന്നുമില്ല, എന്നിരുന്നാലും ഞാനൊന്ന് അരിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിലോട്ടാണെങ്കിൽ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കായും അതുപോലെ തന്നെ ജീരകം, ചെറിയ ജീരകവും കൂടെ ആണെങ്കിൽ പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൂടെ കൂട്ടി ഒന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ അതാണെങ്കിൽ നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇത് ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മൾ തീയാണെങ്കിൽ കൂട്ടിയിട്ടേക്കുന്നതാണോ നോക്കണം. കാരണം ആണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ തെറിച്ച് വീഴും, കൈയൊക്കെ നന്നായിട്ട് പൊള്ളും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേണം ഇത് വെച്ച് നമ്മൾ ഇളക്കി എടുക്കാൻ. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ ഇത് പെട്ടെന്നാണെങ്കിൽ പിന്നെ അടിക്ക് പിടിച്ച് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ടേച്ചാൽ മതി. നമുക്ക് മധുരം കുറച്ച് വേണ്ടിയെങ്കിൽ കുറച്ച് ശർക്കരയാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ശർക്കര നിങ്ങൾക്ക് വേണ്ട, പഞ്ചസാര മതിയെങ്കിൽ അതാകുമ്പം ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കേണ്ട. സാധാരണ ആണെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് ഇതിലൊന്ന് ഇളക്കിയെടുത്തേച്ചാൽ മതി.
ഇപ്പം ഞാൻ എടുത്ത് കളഞ്ഞതാണെങ്കിൽ ഈ നമ്മുടെ ഈ തേങ്ങയിലാണെങ്കിൽ വരുന്ന നാരുണ്ടല്ലോ അതുണ്ടായിരുന്നു, അതാണെങ്കിൽ എടുത്ത് കളഞ്ഞതാട്ടോ. നമ്മൾ ഇളക്കി എടുത്തപ്പോഴാണ് അത് ഞാൻ കണ്ടത്. അതിപ്പോൾ എടുത്ത് കളഞ്ഞ് അങ്ങനെ നമ്മളിത് വീണ്ടും ഇങ്ങനെ ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഫുൾ വറ്റിയാണെങ്കിൽ ഓരോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമ്മൾ വരണമെന്നില്ല. ഒരു ചെറിയൊരു വെള്ളത്തോട് ആ ഒരു വെള്ളമയം പോലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടെ ആണെങ്കിൽ അങ്ങ് മുറുക്കം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ആണെങ്കിൽ ഒന്ന് നന്നായി ആയി വരട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ പറയട്ടെ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടായേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മധുരമൊക്കെ ആണെങ്കിൽ ബാലൻസ് ആകാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ ഈ ഒരു ഫില്ലിങ്സ് ഒക്കെ നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ പിന്നെ കോഴിക്കട്ടയാണെങ്കിൽ ഇത് നിറച്ചെടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഞാൻ പലയാണെങ്കിൽ ഷേപ്പിലാണ് ഇത് റെഡിയാക്കിയത്. ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് വേണമെന്ന് വെച്ചു. വേണമെന്ന് പറഞ്ഞതനുസരിച്ച് അങ്ങനെ അങ്ങ് ശരിയാക്കി എടുത്തു. അപ്പം അത് ഫില്ലിങ്സ് വെക്കുന്നതൊന്നും ഞാനാണെങ്കിൽ കാണിച്ചിട്ടില്ല. നമുക്കാണെങ്കിൽ നല്ലതാണെങ്കിൽ നൈസായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാം ഞാനാണെങ്കിൽ ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും നമ്മുടെ കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പല ഷേപ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഏവലിനാണെങ്കിൽ ഇങ്ങനെ നീളത്തിലുള്ള ഇങ്ങനെ വേണം. നമ്മൾ ഈ എന്താ പറയുക മസാല ബോണ്ടയൊക്കെ നമ്മൾ റെഡിയാക്കുന്ന പോലെയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റെഡിയാക്കി. എഞ്ചിനാണെങ്കിൽ ഇങ്ങനെ ബോൾസ് പോലെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ബ്രെഡ് കൊണ്ടാണെങ്കിൽ ബ്രെഡ് പക്കോട വേണമെന്ന് പറഞ്ഞപ്പം ആ സമയത്ത് ഞാനാണെങ്കിൽ നമ്മുടെ കടലമാവ് എടുത്തിട്ട് അതിനകത്തുള്ള ഉപ്പും അതുപോലെ ആണെങ്കിൽ മുളക് പൊടിയും കൂടാണ് ഇട്ടേക്കുന്നത്. അതും കൂടെ ഒഴിച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ചെറിയ ബാറ്റർ പോലെ ആക്കി നമ്മൾ ഈ ഇഡലി മാവിനൊക്കെ എടുക്കത്തില്ലേ അത്രയും ലൂസേ ആകാവൂ കേട്ടോ. അങ്ങനെ എടുത്തിട്ട് അത് മുക്കിയിട്ട് ബ്രെഡിൽ മുക്കിയിട്ട് അതിങ്ങനെ എണ്ണ തടവി പാനിലാണെങ്കിൽ എണ്ണയാണെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് മുരിച്ചെടുത്തു. ഒരുപാടാണെങ്കിൽ അതൊന്ന് വേവിച്ചെടുക്കത്തില്ല. മീൻസ് എണ്ണയിലാണെങ്കിൽ മുക്കി പൊരിച്ചല്ല എടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെറുതായിട്ട് എടുത്തത്. പിന്നെ ഇത് കുക്കറിലാണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ റെഡിയാക്കിയതാണ്. നേരത്തെ ഞാൻ കുക്കറിൽ ബിരിയാണി റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ബിരിയാണിയാണ്. അങ്ങനെ കുക്കറിലാണെങ്കിൽ ഇത് വെജിറ്റബിൾ ബിരിയാണി വെക്കാനായാലും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി എന്ത് വെക്കാനായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. വളരെ ഈസിയാണ് കേട്ടോ. 10 മിനിറ്റിൽ സംഭവം റെഡിയാകും. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഈ ഒരു മസാലയിലൊക്കെ കിടന്ന് വെന്ത് കിട്ടുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളോർക്കും ഇതിന് ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവർ പോലും നമ്മൾ കഴിച്ചു പോകും. ആ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ച് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇഞ്ചുരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അപ്പം മസാലയൊന്നും അധികം ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ആണെങ്കിൽ അങ്ങനെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ബിരിയാണി വെക്കുന്നതാണെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് സലാഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചോപ്പറിലാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് ഈ വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ അതിൽ ചേർത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സവാളയും തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം കൂടെ ആണെങ്കിൽ ചോപ്പറിലാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തൈര് കൂടി ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതാണ് സലാഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.